ഹലോ, വെൽക്കം ബാക്ക് ടു another വീഡിയോ. അപ്പോൾ ഞാനിതാ ഒരു പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നതാണ് കേട്ടോ. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കണ്ടുവച്ച സാധനം എന്ന് പറഞ്ഞിരുന്നില്ലേ, അപ്പോൾ അത് ഞാൻ ഇന്ന് പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ കുട്ടികളെ കാണാൻ പോകാനുണ്ട്. അപ്പോൾ അവർക്കും ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. അതിനിടയിൽ ഇതാ ഞാൻ ടാനിക്ക് ഈ ഒരു ടീഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സ്വെറ്റ് ടീഷർട്ടാണ്, സാറിൻ്റെ ആണ് വാങ്ങിച്ചിട്ട്. എനിക്ക് ഈ കളർ നല്ല ഇഷ്ടമായി, അപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. അതാ എനിക്ക് ഗേൾസിന് ഡ്രസ്സ് എടുക്കാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല സെലക്ഷൻ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാനിതാ എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്ത ഡ്രസ്സാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ പെൺകുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോവുകയാണെങ്കിൽ ഞാനും സെമി ഇങ്ങനെ ഇരുന്ന് കുറേ ടൈം എടുത്ത് സെലക്ട് ചെയ്യും. നല്ല രസമാണല്ലോ പർച്ചേസ് ചെയ്യാൻ. ആൺകൊച്ചുങ്ങൾക്കാണല്ലോ സെലക്ഷൻ കുറവുള്ളത്. അപ്പോൾ ഞാനിതാ എനിക്കിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംഭവമാണ് ഞാൻ വിന്നേഴ്സിൽ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ വാങ്ങിച്ചത്. എനിക്കൊരു മഗ് കേക്ക് ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മഗ് കേക്കിന് വേണ്ടിയിട്ടൊരു മഗ് വാങ്ങിച്ചിട്ടുണ്ട്. അതെനിക്ക് നല്ല സെയിലിൽ കിട്ടിയാണ്. പിന്നെ ഈ ഒരു സംഭവം സെമി സെലക്ട് ചെയ്തതാണ്, സെമിക്ക് ഇഷ്ടമായിട്ട് എടുത്താണ് കേട്ടോ. നമ്മളെ ടീ പോട്ടില്ലേ, അതാണ്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു വൈറ്റ് ആൻഡ് ഗോൾഡ് ഷെയ്ഡ് വരുന്ന ഒരു സംഭവമാണ്, ഗ്ലാസിൻ്റെയാണ് വരുന്നത്. അതിനിടയിൽ ഇതാ സെമിയുടെ ഫേവറേറ്റ് ചോക്ലേറ്റ് ആണ് ലിൻഡ്. ഈ ഒരു ഹേസൽനട്ടുള്ള ഫ്ലേവർ സെമി എപ്പോഴും വാങ്ങിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ എൻ്റെ കബോർഡ് ഒന്ന് റെഡി ആക്കുകയാണ്. ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുകയാണ് എനിക്കിതൊന്ന് അറേഞ്ച് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ സ്പൂണൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഈ വുഡൻ്റെ ഈ ഒരു ഐറ്റം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വലിയ സ്പൂണും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേത് ഞാൻ വിന്നേഴ്സിന് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ അത് ഡോളറാമയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇത് ക്ലിംഗ് റാപ്പും ഫോയിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു സ്റ്റോറേജ് ചെയ്യുന്നതാണ്. അപ്പം ഞാനിത് ഏകദേശം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറൊരു കാര്യമുണ്ട്, ഇന്ന് നമ്മൾ സെമിയുടെ സിസ്റ്റർ മോനും മരുമോളും വരുന്നുണ്ട് കേട്ടോ. സാലു ഇനു എന്നാണ് പേര്. അപ്പോൾ അവരിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ ഇതാ രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. അവർ ഇന്നലെ രാത്രി എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഐസൊക്കെ മെൽറ്റായി പോയിട്ടുണ്ട്. ഇപ്പോൾ ദാ ഇവിടെ രാവിലെ നല്ല മഴയാണ്. ഈ മഴ എത്ര നേരം ഉണ്ടാവും അറിയില്ല കേട്ടോ. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല തണുപ്പൊക്കെ ആയിട്ട് അധികം നേരം പുറത്ത് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ്. ഇവിടെ മഞ്ഞില്ലല്ലോ എന്ന് കണ്ടപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പുറത്ത് പോകാനുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ രാവിലെ കാര്യമായിട്ടുള്ള ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല. പെട്ടെന്ന് പരിപാടി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പഫ്സാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഇവിടെ ഇഷ്ടം എഗ് പഫ്സാണ്. സെമിയുടെ ഏറ്റവും ഫേവറേറ്റ് സാധനം എഗ് പഫ്സാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ്. നമുക്ക് ഈ ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അപ്പോൾ സിമ്പിളാണല്ലോ ഉണ്ടാക്കാൻ. അപ്പോൾ ഇന്ന് ഏതായാലും അവർ വന്നുകൊണ്ട് ഇനു പറഞ്ഞു ഇന്ന് അത് മതി, നമ്മൾ കാര്യമായിട്ട് ഫുഡ് കഴിക്കേണ്ട, ഫുഡ് കഴിച്ച് നമുക്ക് നേരെ വിടാം, അല്ലെങ്കിൽ നമ്മൾ കുറേ നേരം കുക്ക് ചെയ്യാനെടുക്കും. അപ്പോൾ നമ്മൾ അത്രയും സമയം പോവല്ലേ. അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ടൊറൻഡോ പോകാനാണ്. ടൊറൻഡോ ആകുമ്പോൾ നല്ല ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം. നമ്മൾ മെയിനായിട്ട് എപ്പോഴും പോകാറ് ടൊറൻഡോ തന്നെയാണ്. അവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് ഫുഡിൻ്റെ. അപ്പോൾ അത് മാത്രമല്ല, ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്യുന്നത് ബബിൾ പ്ലാനറ്റ് പോകാൻ വേണ്ടിയിട്ടാണ്. അവിടെ ടാനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാ സമയമുണ്ട്. ടാനിക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാനുള്ളതുണ്ട് കേട്ടോ അവിടെ. ടാനിക്ക് എഗ് ഉണ്ടല്ലോ. ടാനിക്ക് എഗ് വേണോ? എഗ് വേണോ? ബൈ ടാനി. ബൈ ബൈ. Bye. ടാനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടുപേരാണ് കേട്ടോ ഇവർ, സാലു ഇനു. അവന് എപ്പോഴും പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഇവരെ രണ്ടുപേരും പേരാണ്. ഇനു പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഞാൻ അവളോട് ഒരു പില്ലോ എടുക്കാൻ പറഞ്ഞു കേട്ടോ. നമുക്ക് ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ട് അങ്ങോട്ട്. അപ്പോൾ അവൾക്ക് കണ്ടിന്യൂസ് ഇരിക്കുമ്പോൾ ബാക്ക് പെയിൻ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പില്ലൊക്കെ എടുത്ത് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ ടൊറൻഡോയിൽ എത്താൻ നേരത്ത് ഞങ്ങൾ മെയിൻ പരിപാടിയാണ് ഈ ഫ്ലൈറ്റ് പോകണത് നോക്കുക എന്നുള്ളത്. ടാനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ എയ്റോപ്ലെയിനൊക്കെ കാണുന്നത്. അപ്പോൾ അവന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അവന് അതിൻ്റെ ഇടയിൽ ഒരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഫുഡ് ഉച്ചക്കത്തെ കഴിച്ചിട്ടില്ല, നമ്മൾ നേരെ വിട്ടു കേട്ടോ.
നമ്മളിപ്പോൾ ഈ പോകുന്ന ബബിൾ പ്ലാനറ്റിൽ ഞങ്ങൾ മുന്നേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഭയങ്കര രസമായിരുന്നു. അപ്പം ഞങ്ങൾ അത് മാത്രമല്ല, ഇത്തവണ അവർ ഡൈനോസർ എക്സിബിഷൻകാരായിട്ട് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. സ്റ്റാനിക്കൊരു എക്സ്പീരിയൻസും കൂടി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുകയാണേ. നല്ല തണുപ്പുണ്ട് കേട്ടോ. പുറത്ത് മഞ്ഞൊന്നും ഇല്ലെങ്കിലും ഒടുക്കത്തെ തണുപ്പാണ്, അതിനൊന്നും ഒരു കുറവുമില്ല. നല്ല കാറ്റും ഉണ്ട്. അപ്പോൾ ദാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്, ബബിൾ പ്ലാനറ്റിൽ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ വന്നിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത്. ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. ലാസ്റ്റ് ടൈം വന്നപ്പോഴും ഇതുപോലെ തിരക്കുണ്ടായിരുന്നു. കുട്ടികൾക്ക് നല്ല എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സംഭവം ഇതിലുണ്ട്. നമ്മൾ അഡൽസിനും നല്ല എൻജോയ് ചെയ്യാനുണ്ട്. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഒരു വേൾഡാണ് സംഭവം. ബബിൾ പ്ലാനറ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് ബബിൾ വെച്ചിട്ടുള്ള പരിപാടിയാണ് ഇവിടെ. ടാനിതാ എല്ലാം നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ നാട്ടിൽ പോകുന്ന മുന്നെയാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടാനി അന്നത്തേനേക്കാളും അവന് ഇപ്പോൾ നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത്തവണ ഫ്രണ്ട്സിനെ കുട്ടിയെല്ലാം വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ ഇവർ കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവരെ കുട്ടിയാണ് വന്നത്. ഇവിടെ ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ചിട്ട് നമുക്കിവിടെ ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പും ഇവിടെ ഉണ്ട്. പിന്നെ കുട്ടികളിവിടെ കയറി വരുന്ന സ്ഥലത്ത് തന്നെ ഒരു ബബിൾസ് വെച്ചിട്ടുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ ടാനി അത് കാണണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ മുന്നേ വാഷ്റൂമിൽ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൊണ്ടുവരാം. ടാനിയുടെ ഡയപ്പർ ചേഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് അവനെ കളിക്കാൻ വിടാമെന്ന് വിചാരിച്ച് നിർത്തിയാണ് കേട്ടോ. അപ്പോൾ അവന് നോക്കി നിൽക്കുന്നുണ്ട് ഇത് സംഭവം എന്താണെന്നുള്ളത്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പോയി നോക്കാം. ഈ ഡൈനോസർ എന്താണ് സംഭവം എന്നറിയണമല്ലോ. ഉള്ളിൽ കയറുന്ന സ്ഥലത്ത് തന്നെ ഒരു ഡൈനോസറിൻ്റെ സ്കെൽട്ടനെ വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഒറിജിനലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്തായാലും വംശനാശം വന്നു പോയല്ലോ. അപ്പോൾ ജസ്റ്റ് ഒരു ഡമ്മി ആയിരിക്കാം. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം നോക്കണം. അത് പുറത്ത് തന്നെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു സംഭവം ഇവിടെ ഒരു 2-3 ഡൈനോസേഴ്സിനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ നല്ല ക്യൂട്ടായിട്ടുള്ള ഡൈനോസേഴ്സ് നമ്മൾ ഈ കാർട്ടൂണിലൊക്കെ കാണില്ല, അതുപോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ടാനി നമുക്ക് അതിലൊന്ന് കയറ്റി നോക്കാം. ആൾക്ക് വലിയ പേടിയൊന്നുമില്ല തോന്നണേ. ഞാൻ ഇതിനു മുന്നേ നമ്മൾ ഇങ്ങനത്തെ സംഭവത്തിലോട്ടൊന്നും അവനെ കൊണ്ടുപോയിട്ടില്ല. ഡൈനോന്റെ ടീത്ത് എവിടെ? ടീത്ത്. ഓ, ഡൈനോന്റെ ടീത്ത് എവിടെ ടാനി? ഇനിയുണ്ട്, അകത്ത് ഉണ്ട്. അങ്ങനൊക്കെ പറഞ്ഞു. കുതിരപ്പുറത്ത് കയറുന്ന പോലെ. ഇത് കൊള്ളാലോ. ഇവിടെ ടാനിനേക്കാളും കുറച്ചും കൂടി വലിയ കുട്ടികൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള സംഭവമാണ് മെയിനായിട്ടുള്ളത്. ഇവിടെ കുറേ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും ടാനിക്ക് കളിക്കാൻ പറ്റിയ സംഭവങ്ങളല്ല. അപ്പോൾ നമ്മൾ അധികം ഇവിടെ കുറേ നേരം ടൈം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. ഇതിനകത്താണ് ഇനി ഫുൾ ഡൈനോസേഴ്സിൻ്റെ ആ ഒരു സംഭവം കാണാനുള്ളത്. അപ്പോൾ നമുക്കിനി അകത്തോട്ട് കയറി നോക്കാം അവിടെ എന്താണെന്നറിയാമല്ലോ. ഇവിടെ VR പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനെപ്പറ്റി കുറേ സംഭവങ്ങളൊക്കെ അറിയുന്നവർക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ കുട്ടികൾക്ക് തന്നെ ഇതിൻ്റെ സ്പീഷീസും കാര്യങ്ങളും എല്ലാം അറിയാമല്ലോ. കാർട്ടൂണിലൊക്കെ അവരിത് കാണുന്നതല്ലേ. ഇതിനെപ്പറ്റി അറിയുന്നവർക്ക് ഇത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പക്ഷേ എനിക്ക് നല്ല ക്യൂട്ടായിട്ട് തോന്നിയിട്ട് ഈ പുറത്തുള്ള ഈ വെച്ച ഇതൊക്കെ അടിപൊളിയാണ്. ഇനി അകത്തോട്ടുള്ളത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് പോയിട്ട് നോക്കാം കേട്ടോ. ഇതെന്താ? ഓക്കെ. ഇവർ അകത്തോട്ട് കയറുന്ന എൻട്രൻസ് മുതൽ കംപ്ലീറ്റ് അടിപൊളിയായിട്ടാണ് കേട്ടോ അവരിത് ചെയ്തിട്ടുള്ളത്. നമുക്ക് അകത്ത് കയറുമ്പോൾ ശരിക്കും ജുറാസിക് വേൾഡിലെത്തിയ ഒരു ഫീലാണ് തോന്നുന്നത്. ഭയങ്കര ഒറിജിനാലിറ്റി തോന്നുന്നുണ്ട്. എനിക്കും കുറച്ച് പേടി വന്നു കേട്ടോ. ഫസ്റ്റ് നമ്മളിത് കണ്ടപ്പോൾ എന്താണെന്ന് സംഭവം കുറേ ഡൈനോസേഴ്സിനെ കണ്ടപ്പോൾ ഉള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതെനിക്കുണ്ടായിരുന്നു. പിന്നെ കുറേ ഇങ്ങനെ നിന്നപ്പോൾ ഡമ്മിയാണെന്ന് അറിയാം. പക്ഷെ എന്നാലും നമുക്ക് അകത്ത് ഭയങ്കര ടെൻഷൻ ഉണ്ടാവുമല്ലോ. പക്ഷെ ഭയങ്കര ഒറിജിനാലിറ്റി തോന്നുന്നൊരു അടിപൊളി ഐറ്റം തന്നെയായിരുന്നു കേട്ടോ. നമ്മളെന്തായാലും ഫസ്റ്റ് ടൈം വരുന്നവർക്ക് ഓക്കെയാണ്. കുറേ കാണാനൊന്നുമില്ല. എന്നാലും ഇവരകത്ത് അത്യാവശ്യം കൂടുതൽ ഡൈനോസേഴ്സിൻ്റെ തന്നെ ഇവരിവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് 1 ടൈമൊക്കെ വരാനേ ഉള്ളൂ. പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ. നമുക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. തൊടാനൊരു പേടിയില്ലേ?
ഞാൻ പണ്ടേ ഈ ജുറാസിക് വേൾഡ് ഫിലിമില്ലേ, ഞാൻ ചെറുതാവുമ്പോഴാണ് അത് കണ്ടിട്ടുള്ളത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മൾ വീട്ടിലിരുന്നിട്ടാണ് ഇത് കാണുന്നത്. എൻ്റെ കാക്കു ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് അന്നൊക്കെ സിനിമ കണ്ടത്. ഇന്നത്തെ പോലെയല്ലല്ലോ, അന്ന് മൂവി കാണുമ്പോൾ അടിപൊളിയാണല്ലോ. എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് നമ്മൾ അന്ന് തന്നെ കണ്ടിരുന്നത്. അന്ന് ഇത് കാണാൻ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമല്ലോ. അന്ന് ഇത് കണ്ടിരിക്കുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. നല്ല പേടിച്ചിട്ടൊക്കെ ആയിരുന്നു ഞാൻ ഈ മൂവി കണ്ടിരുന്നത്. ഞങ്ങൾ കസിൻസ് എല്ലാവരും ചേർന്നിട്ടാണ് ഇത് കണ്ടിരുന്നത്. ഇപ്പോഴും ഞങ്ങൾക്ക് മൂവി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ എല്ലാവരും കൂടിയിരുന്ന് കാണുമ്പോൾ അതൊരു രസം തന്നെയാണല്ലോ, ഒറ്റയ്ക്കിരുന്ന് കാണാനേക്കാളും. അപ്പോൾ ഞാൻ പറഞ്ഞത് അതല്ല, ഈ ജുറാസിക് വേൾഡ് മൂവി കണ്ടപ്പോൾ ഭയങ്കര ടെൻഷൻ അടിച്ചൊരു സമയം ഉണ്ടായിരുന്നു. അന്ന് ഇതിനെപ്പറ്റി വലിയ അറിവില്ല, പക്ഷേ അങ്ങനെ ചിന്തിച്ചിരുന്നേ. പണ്ട് മുതൽ ഇങ്ങനത്തെ ഒക്കെ ഒരു ആനിമൽസ് ഉണ്ടാവുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇപ്പോൾ അതൊക്കെ വംശനാശം വന്ന് പോയി, ഓക്കെ, പക്ഷേ ഭയങ്കര ഡേഞ്ചറസ് ആനിമൽ തന്നെ ആയിരുന്നല്ലോ ഇത്. വേറെ ഉണ്ടോ? ടാനിനേക്കാളും കൂടുതൽ എൻജോയ് ചെയ്തത് ഞാൻ തന്നെയെന്ന് പറയാം കേട്ടോ. ഞാനിത് കുറേ ടൈം എടുത്ത് ഇതിന് നോക്കിയിരിക്കുകയായിരുന്നു. ഇവർ ഇത് ചെയ്യാൻ കുറേ എങ്ങനെ ഇവരെ എഫേർട്ടാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിങ്ങനെ ആക്കിയെടുക്കുന്നല്ലോ. നമ്മൾ കുട്ടികളെ കൊണ്ടുവരികയാണെങ്കിൽ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും, ഉറപ്പാണ്. അപ്പോൾ ഡൈനോസേഴ്സിൻ്റെ ഈ ഒരു കംപ്ലീറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ വേറെ ടിക്കറ്റ് എടുത്തിട്ട് നമുക്കകത്ത് കയറേണ്ട ഒരു സംഭവമാണ്. ഇത് ഞങ്ങൾ മുന്നേ വന്നിട്ടുണ്ടായിരുന്നത്. ഇത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയായിരുന്നു കേട്ടോ. അടിപൊളിയാണ്. ഞങ്ങൾ മുന്നേ വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ സെക്കൻഡ് ടൈം വന്നപ്പോഴും ഞങ്ങൾ എന്തായാലും ഇത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഇത് ശരിക്കും നല്ല അടിപൊളിയായിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ് അവർ നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് അവർ ഇതിൽ ചെയ്തിട്ടുള്ളത്. കുറേ ഇവർ ബബിൾസ് വെച്ചിട്ടാണ് മെയിൻ ഇവർ ബബിൾ പ്ലാനറ്റ് പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് ബോൾ വെച്ചിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഇതിനകത്ത് ഭയങ്കര കളർഫുള്ളായിട്ട് കംപ്ലീറ്റ് ഡിമ്മായിട്ടുള്ള ലൈറ്റാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയിലാണ് ഇവർക്ക് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് കംപ്ലീറ്റ് ഇവർ ഫുള്ള് മിറർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഏത് സൈഡിലാണ് നിൽക്കുന്നതെന്ന് പോലും നമുക്കറിയില്ല. എല്ലാത്തിലും നമ്മളെ കാണാൻ പറ്റും. പിന്നെ താഴെ ഫ്ലോറിലാണെങ്കിലും ഫുള്ള് ഇവർ ഈ മറൈൻ ടച്ച് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഈ ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടിട്ട് ടാനി ഓടി നടക്കണം കേട്ടോ, ഫിഷ് എന്ന് പറഞ്ഞിട്ട്. ഇതിനകത്ത് ഇനിയും നമ്മൾ ഓരോന്ന് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ കോർണറിലാക്കിയിട്ടാണ് കേട്ടോ ഇവർ ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ കയറാൻ പോകുന്നത് ഫുള്ള് ബലൂണ്, വലിയ വലിയ ബലൂൺസ് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് കണ്ടാവും, ഇവിടെ നമ്മൾ മാത്രമല്ല എല്ലാവരും ഇതുപോലെ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. വലിയ ആളുകളാണ് കൂടുതൽ ഇവിടെ വരുന്നത്. കുട്ടികളെ കൂട്ടി വരാൻ പറ്റിയ ഏറ്റവും നല്ല സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത്. ടാനി ഇത്തവണയാണ് ഒന്നുകൂടി എൻജോയ് ചെയ്തതെന്ന് പറയാം. കഴിഞ്ഞ തവണേനേക്കാളും എനിക്ക് തോന്നുന്നു ഇത്തവണ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ടാനിനെ ഇങ്ങനെ വീട്ടിലിരുത്തുമ്പോൾ ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. നമ്മൾ എപ്പോഴും വീട്ടിലിരിക്കുമ്പോൾ അവന് ഈ ഒറ്റയ്ക്ക് കളിക്കണമെന്ന് വലിയ ഇഷ്ടമുള്ള ആളല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ കൂടെ വേണം. അപ്പോൾ അവൻ്റെ കൂടെ നമ്മളും കളിക്കുമ്പോഴാണ് അവന് കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. ഉച്ചക്കത്തെ ഫുഡൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ നല്ലതായിട്ട് കളിച്ച് വിശന്ന് തുടങ്ങുന്നുണ്ട്. അവ എന്തായാലും ടാനിക്ക് ഞാൻ വരുന്ന വഴിക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ കാര്യം സെറ്റാണ്. ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം റെസ്റ്റോറൻറ്റിലൊക്കെ പോകാൻ. പക്ഷേ നമുക്കിതാ ഇതിനുള്ളിൽ എത്തിയപ്പോൾ ഇത് വേറൊരു ലോകം തന്നെ. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഫുള്ള് കളേഴ്സായിട്ട് അവർ ഫുള്ള് ബബിൾ രീതിയിലാണ് അവർ ഫുള്ള് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിൻ്റെ അവർ 360 ആംഗിളിൽ നമുക്കിതാ ഇവിടെ കിടന്നുകൊണ്ട് നമുക്ക് വിഷ്വൽ അവരിതിൽ കാണിക്കും കേട്ടോ. ഇത് നമുക്ക് കുറേ കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാനും കൂടിയും വേണ്ടിയിട്ടാണ് തോന്നുന്നു ഇവർ കൗച്ച് പോലെയൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിൽ ശരിക്കും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുള്ള കാര്യം. ഇതുണ്ടോ, ഇത് ഭയങ്കര വലിയൊരു പൂളാണ്. ഈ പൂള് കുഞ്ഞു കുഞ്ഞു ബോൾസ് വെച്ചിട്ട് ഇവർ ഫുൾ അങ്ങോട്ട് കംപ്ലീറ്റ് നിറച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊരു കാലെടുത്ത് വെക്കാനുള്ള ഗ്യാപ്പ് പോലും ഇതിലില്ല. അപ്പോൾ നമ്മൾ ഈ ബബിൾസിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഇറങ്ങി നമ്മൾ ഇതിലോട്ട് പോകണം. എന്നിട്ട് ഇതിൽ നല്ല രസമാട്ടോ. നമ്മളിത് താഴോട്ട് പോയി കംപ്ലീറ്റ് നമ്മൾ ബോൾസ് നമ്മൾ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന പോലെയാണ്. പിന്നെ അങ്ങോട്ട് താന്നു കഴിഞ്ഞാൽ പൊങ്ങ ഇച്ചിരി പാടാണ്. അയ്യോ, ഇനോട് നോക്കണേ, ഇനോട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ?
ടാനി നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സംഭവത്തിൽ. ഇത് നമുക്ക് കുറേ ഇതിൽ കയറി കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് സമയം പോണതറിയില്ല. ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ നമ്മളെ ഫ്രണ്ട്സും കുട്ടികളെല്ലാവരും കൂട്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത്തവണ വന്നത് ഇനി വന്നിട്ടില്ലല്ലോ ഇവിടെ എന്നുള്ള രീതിയിലാണ് വന്നത്. എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും കൂടുതൽ എക്സ്പ്ലോർ ചെയ്തത് ഈ സംഭവങ്ങളെല്ലാം കേട്ടോ. ഇത്തവണ ഞാൻ ടാനിയുടെ കാര്യം എനിക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇവരെല്ലാവരും നോക്കുന്നുണ്ട്. അപ്പം ഞാൻ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു സംഭവം. ഇത് നല്ല രസമുണ്ട് ഇതിൽ കളിക്കാൻ. ഇപ്പോൾ കുറച്ച് ലാസ്റ്റൊക്കെ ആയി തുടങ്ങിയപ്പോൾ വിശപ്പിൻ്റെ അസുഖം വന്നു തുടങ്ങി കേട്ടോ. ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് കൂടി ഇവിടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം കൂടി നിൽക്കുകയാണ് കേട്ടോ. അധികം നേരം നമ്മൾ ഇവിടെ ഇനിയും കാണാനുണ്ട്. ഇനി ഇതിനകത്ത് കുറേ ലൈറ്റ് വെച്ചിട്ടുള്ള പരിപാടികളുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ ടാനിക്ക് ഇത് കളിച്ച് മതിയായിട്ടില്ല. അപ്പോൾ അവന് നൈസ് സോപ്പ് ഇട്ടിട്ട് നമുക്കിത് മതി എന്ന് പറഞ്ഞിട്ട് നിർത്തി കൊണ്ടുവരികയാണ്. അവന് നല്ലോണം എൻജോയ് ചെയ്തിരിക്കണം ഇന്നത്തെ ഒരു ദിവസം. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇവർ കുഞ്ഞു കുഞ്ഞു ബൾബില്ലേ, കുഞ്ഞു കുഞ്ഞു ബൾബ് ഇങ്ങനെ സ്ട്രിങ് ആയിട്ട് ഇട്ടിട്ട് കംപ്ലീറ്റ് അവർ നിറച്ചിട്ടുണ്ട്. ഇതിൽ ഫുള്ള് മിററാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഏത് സൈഡിലൂടെ പോവുകയാണെങ്കിലും നമുക്ക് നമ്മളെ കാണാൻ പറ്റും. അപ്പോൾ പല പല കളേഴ്സായിട്ട് ഇവർ ഇതിങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കാനും നല്ല രസമുണ്ട്. അപ്പോൾ ടാനി ഇതെന്താ സംഭവം എന്നറിയില്ല, അവനിത് പിടിച്ച് വലിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ സെമിനോട് പറയണം, അവന് വല്ലാണ്ട് പിടിച്ച് താഴെ പൊട്ടിപ്പോകുന്നു. പിന്നെ ഈ ഒരു ഐറ്റം നമുക്ക് VR ആയിട്ട് ഇവർ ഫുള്ള്, ഇത് ഞാൻ കയറിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നപ്പോഴും ഇത് കയറിയിട്ടില്ല. മുകളിൽ ഡമ്മിയാണ് കേട്ടോ. ഞാൻ ഇത് ശരിക്കും ഒറിജിനൽ ആൾക്കാരാണെന്ന് വിചാരിച്ചേ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് തന്നെ ഇവർ ഐസ് സ്കേറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടെ വിൻ്റർ ആകുമ്പോഴത്തെ മെയിൻ ഒരു ആക്ടിവിറ്റിയാണ് ഈ ഒരു സംഭവം. സെമി നന്നായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. സെമിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയായിരുന്നു ഇത്. പക്ഷേ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ സെമി ചെയ്യുന്നത്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം സെമി ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഇതിന് ഷൂ വാങ്ങിക്കണം, ഇനി ഇത് പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ ആൾ പറയുന്നുണ്ട്. ടാനി ഒന്നും കൂടി അടുത്ത വർഷമാകുമ്പോൾ നമുക്ക് ടാനിനെയും പഠിപ്പിക്കാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. നല്ല തണുപ്പുണ്ട്, ഭയങ്കര കാറ്റുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി വേറൊന്നും എക്സ്പ്ലോർ ചെയ്യാനില്ല. ഇനി നമുക്കതിനുള്ള എനർജി ഇല്ല കേട്ടോ. നല്ല തണുപ്പുണ്ട്. ഞങ്ങളിന്ന് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടില്ല. ഇപ്പോൾ ഏകദേശം വൈകുന്നേരമായി. ഇനി നമുക്ക് ഡിന്നറാണ് ഇനി കഴിക്കാനുള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ അടുത്തുള്ള നല്ലൊരു റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്. ടാനിക്കുള്ള ഫുഡ് ഞാൻ ഉച്ചക്കത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഞാൻ 2 ഐറ്റം പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എവിടെ പുറത്ത് പോവുകയാണെങ്കിലും അവനുള്ള ഫുഡ് ഞാൻ ആദ്യം തന്നെ പാക്ക് ചെയ്ത് വെക്കും. പുറത്ത് പോകുമ്പോൾ അവന് എല്ലാ ഫുഡൊന്നും അവന് ഇഷ്ടമല്ല കേട്ടോ. അവനിങ്ങനെ ബർഗർ കാര്യങ്ങളൊന്നും കഴിക്കാറില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പോവുകയാണെങ്കിൽ തന്നെ അവന് എല്ലാ ഐറ്റം ഫുഡൊന്നും കഴിക്കില്ല. നമ്മൾ സാധാ ചോറൊന്നും അവന് വലിയ ഇഷ്ടമുള്ള ആളല്ല. അപ്പോൾ നമ്മൾ കഞ്ഞി അവന് ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ എന്തെങ്കിലും ആണ് എടുക്കാറ്. പിന്നെ അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടാണ് ഈ മാംഗോ ലസ്സി. ഫുഡ് കണ്ട ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഒടുക്കത്തെ ആക്രാന്തത്തിൽ എല്ലാവരും നല്ല ഫുഡ് കഴിച്ച്. അപ്പം നല്ല അടിപൊളി ഫുഡ് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെ കൂടെ നിങ്ങളും വന്നില്ലേ ഇന്നത്തെ ഒരു ഡേ കംപ്ലീറ്റ് ആക്കാൻ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.